ഹായ് എവരി വൺ. സോ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ HTML-ഉം CSS എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടാണ്. എന്താണ് ജാവാസ്ക്രിപ്റ്റ്? കേട്ടിട്ടുണ്ട് ആരെങ്കിലും? നമുക്ക് ഇല്ലെങ്കിൽ പ്രശ്നമാക്കണ്ട, നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റ് എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്താണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? അപ്പൊ HTML-ഉം CSS ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു. HTML ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. HTML എന്താണ്? HTML ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, എന്താണ്? ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലെ. HTML മീൻസ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതായത് HTML എന്താണ്? ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല എന്നുള്ളത് നമ്മൾ എന്തിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? HTML-ന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? സ്പെഷ്യൽ ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ മോഡൽ ലാംഗ്വേജും കൂടി മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്ന ലാംഗ്വേജസ് ആണ് എന്തെന്ന് പറയാം? നമുക്ക് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയാം. സിംപ്ലി അത്രേ ഉള്ളൂ. ഒരു HTML അല്ലെങ്കിൽ ഒരു മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ, സിമ്പിൾ ആണ്. പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിനപ്പുറത്തിലോട്ട് എന്തെല്ലോ ഒരുപാട് സംഭവങ്ങളുണ്ട്, നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട്. HTML-നെക്കാളും എന്താണ് കുറച്ചും കൂടി ഭയങ്കര ക്രേസി ബിഹേവിയേഴ്സ് ഒക്കെ കാണിക്കുന്ന ഒരു ലാംഗ്വേജ് ആണത് ജാവാസ്ക്രിപ്റ്റ്. ഭയങ്കര രസമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, എന്താ പറയാ, HTML പറഞ്ഞ പോലെ എന്താണ് അത്ര തന്നെ ഈസി ആവണമെന്നില്ല. പക്ഷെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, എന്താണ് അതിന്റെ ടേംസും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. ത്രില്ലായിട്ട് നമുക്ക് നല്ല ത്രില്ലിംഗ് ആണ് ജാവാസ്ക്രിപ്റ്റ്. പഠിച്ചെടുത്തിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോവുക. നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ട്, മനസ്സിലാവാത്ത വിധത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതലായിട്ട് കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? എന്നോട് ചോദിക്കാം. ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്യുക. സ്പോട്ടിൽ ക്ലിയർ ചെയ്തിട്ട് പോകണം. മറ്റുള്ള ലാംഗ്വേജ്, മാർക്കപ്പ് ലാംഗ്വേജസ് ഒന്നും പോലെയല്ല. ഇതെന്താണ്, കുറച്ചുകൂടി മനസ്സിലാക്കി എടുക്കാൻ ഒരു ഒത്തിരി മെനക്കെടേണ്ടി വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കി എടുക്കുന്നത് പുറമെ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ഇതിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ലോജിക്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു HTML-ന് മാറിയിട്ട് എന്താണ്, HTML CSS ഒന്നും പഠിച്ച പോലെ ആയിരിക്കില്ല ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാവുക. കാരണം എന്താണ്, ജാവാസ്ക്രിപ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത് HTML എന്താണ്, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് മാത്രമാണ്. മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മോഡൽ ലാംഗ്വേജസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് എഴുതുന്ന ഒരു ലാംഗ്വേജ് മാത്രമാണ് എന്ത്, മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ ഒരു മാർക്കപ്പ് ലാംഗ്വേജ്. പക്ഷെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിനൊക്കെ അപ്പുറത്താണ്. നമുക്ക് എന്തുണ്ട്, കുറച്ചും കൂടി ഡൈവേഴ്സിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തുണ്ട്, കുറച്ചും കൂടി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ എന്തിലുണ്ട്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലുണ്ട്. അപ്പോൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നമ്മളിപ്പോ ഒരു വെബ് ഡെവലപ്മെന്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്തിനാണ് ഈ ജാവാസ്ക്രിപ്റ്റ്? HTML-ഉം CSS ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാലോ അല്ലെ. പിന്നെ ഇപ്പൊ എന്തിനാണ് നമുക്കൊരു ജാവാസ്ക്രിപ്റ്റ്? നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് അല്ലെ, മേ ബി ഡൗട്ട് വരാം അല്ലെ, എന്തിനാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എന്തിനാണ് ജാവാസ്ക്രിപ്റ്റ്? നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ഒരു വെബ്സൈറ്റ് ഇപ്പൊ ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മുടെ W3 സ്കൂള് വെബ്സൈറ്റ് തുറന്നു വെച്ചിട്ടുണ്ട് അല്ലെ. നമ്മളൊരു വെബ്സൈറ്റിൽ നമ്മൾ എന്തേ ഇത്ര നേരം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ? ഒരു HTML എലമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ആ HTML എലമെന്റിനെ എങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ആക്കാം, അല്ലെങ്കിൽ നല്ല കളർഫുൾ ആക്കാം, അതിന്റെ ഫോൺ സൈസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഒരു ഇമേജ് എങ്ങനെ പ്ലേസ് ചെയ്യാം അല്ലെ, അത് ഒരു ഡിവിനെ എങ്ങനെ സെന്റർ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ 2 സെക്ഷൻസ് ആക്കിയിട്ട് നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യാം ഒരു ടോട്ടൽ വിൻഡോസിനെ. ഇത്രയുള്ള കാര്യങ്ങളല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളൊരു ഒരു ഡിസൈനിങ്ങിന്റെ ഒരു ആസ്പെക്റ്റിലാണ് നമ്മൾ ഇത്രയും നേരം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അതില് നമ്മളിപ്പോ ഈ ഒരു W3 സ്കൂളിലെ ഈ ഒരു പേജ് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം, ഇവിടെ എന്തുണ്ട്, ഒരു ഹോം ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ ഉണ്ട് അല്ലെ. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പേജിലോട്ട് പോയി. അല്ലെങ്കിൽ ഇവിടെ പൈത്തൺ ക്ലിക്ക് ചെയ്ത സമയത്ത് പൈത്തണിലോട്ട് പോയി. ഓക്കെ, അപ്പൊ പേജസ് മാറി, അല്ലെങ്കിൽ കോണ്ടന്റ്സ് മാറിയിട്ട് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റിലോട്ട് തന്നെ വരുന്ന സമയത്ത് എന്ത് ചെയ്തു, ജാവാസ്ക്രിപ്റ്റിന്റെ കോണ്ടന്റ്സ് ആയി ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പൊ അത്തരത്തില് നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻസ്, അതായത് നമ്മുടെ വെബ്സൈറ്റിന് ഒന്നുകൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂസേഴ്സിനായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ
ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റുകൾ എന്ത് എലമെന്റ്സുകളെ കോണ്ടന്റ്സുകളെ ഡിസ്പ്ലേ ചെയ്താൽ മാത്രം പോരാ, അതിനെ ബ്യൂട്ടിഫുൾ ആക്കിയാലും മാത്രം പോരാ, അതിന് നല്ല രീതിയിൽ എല്ലാ ഡിവൈസസിലും എല്ലാ ഡിവൈസസിന്റെ എല്ലാ സ്ക്രീനിലും എന്ത് ചെയ്യണം, റെസ്പോൺസീവ് ആക്കിയിട്ട് ഡിസ്പ്ലേ ചെയ്താൽ മാത്രം പോരാ, എന്തൊരു വേണം, കസ്റ്റമേഴ്സിന് എന്താണ് അല്ലെങ്കിൽ യൂസേഴ്സിന് എന്താണ് ഇന്ററാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ യൂസേഴ്സിന് ഇതിൽ ഇന്റർഫിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലേസ് അല്ലെങ്കിൽ എന്തെങ്കിലും എലമെന്റ്സുകൾ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അത്തരം എലമെന്റ്സുകൾ ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും അലേർട്ട് ബോക്സ് വരിക, അല്ലെങ്കിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് പോവുക. അപ്പൊ അത്തരത്തിലുള്ള എലമെന്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ബേസിക് ആയിട്ട് ഞാനൊരു എക്സാമ്പിൾ ഒന്ന് കാണിച്ചു തരാം, എങ്ങനെ ഒരു ജാവാസ്ക്രിപ്റ്റ് നമ്മളെ വെബ് പേജിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ VS കോഡ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. VS കോഡ് ഓപ്പൺ ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ജാവാസ്ക്രിപ്റ്റ് അല്ലേ, അപ്പോൾ HTML ഫോൾഡർ അല്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ജസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. JS എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇവിടെ കണ്ടോ, നമുക്കൊരു വെൽക്കം പേജ് വരുന്നുണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട, അത് ക്ലോസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിലെന്ത് ചെയ്യുക, നമുക്കൊരു HTML പേജ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഷോ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മുടെ വെബ് പേജിൽ എന്ത് വേണം, നമുക്ക് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗസർ വേണം കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് വെറുതെ അങ്ങോട്ട് റൺ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എവിടെ റൺ ചെയ്യണമെങ്കിൽ ഒരു എൻവയോൺമെന്റ് വേണം. ആ എൻവയോൺമെന്റ് ഏതിലുണ്ട്, നമുക്ക് ബ്രൗസേഴ്സിലുണ്ട്. അപ്പൊ ജാവാസ്ക്രിപ്റ്റിന്റെ റണ്ണിങ് എൻവയോൺമെന്റ് ആയിട്ട് വരുന്നത് ബ്രൗസറാണ്. അപ്പൊ ബ്രൗസറിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു HTML അല്ലെങ്കിൽ വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, HTML പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, ഇതിനുള്ളിലാണ് ഞാൻ എന്ത് ചെയ്തു, ഫുൾ ഒരു HTML പേജ് ക്രിയേറ്റ് ചെയ്തു. ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്താണ്. നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ ഡയറക്റ്റ്ലി ചെയ്യാം. ഓക്കെ, മുമ്പ് നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ കീബോർഡിൽ ഏറ്റവും ടോപ്പ് റോൾ ഉണ്ടാവില്ലേ, 1 2 3 4 നമ്പേഴ്സ് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ലേ, ആ എക്സ്ക്ലമേഷൻ മാർക്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതായത് ഷിഫ്റ്റ് നെക്കി പിടിച്ചിട്ട് എക്സ്ക്ലമേഷൻ മാർക്ക് നെക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് സജഷൻ കാണിക്കും. ഓക്കെ, അപ്പോൾ അത് എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു HTML ഡോക്യുമെന്റ് അതിന്റെ ബേസിക് സ്ട്രക്ചർ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഡിസ്പ്ലേ ആക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ബാക്കി നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓട്ടോമാറ്റിക്കലി ചെയ്തെന്നുള്ളൂ, ഒന്ന് സ്പീഡപ്പ് ആക്കാൻ വേണ്ടി ചെയ്താൽ. വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, HTML ഹെഡും ബോഡിയൊക്കെ സെപ്പറേറ്റ് അടിച്ചിട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇനി എന്താ വേണ്ടത്, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ബട്ടൺ എന്താ, ഓക്കെ, ഇപ്പൊ കോഡ് മൈൻഡ് ചെയ്യണ്ട, ഇപ്പൊ ഞാൻ എഴുതുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തിനാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാനിത് പേജ് റൺ ചെയ്യാണ്. റൺ ചെയ്തു, കണ്ടോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബട്ടൺ ഇവിടെ കാണുന്നുണ്ട് അല്ലെ, ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ബട്ടൺ എന്തെങ്കിലും കൊടുത്തിട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാൻ പറയുന്നുണ്ട് ബട്ടൺ അല്ലെ, പക്ഷെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻസ്, ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നമ്മൾ ടാഗ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പഠിച്ചു, അതല്ല അതിനപ്പുറത്തിലോട്ട്, അത് ജസ്റ്റ് ഒരു HTML ടാഗ് മാത്രമാണ് അല്ലെ. നമുക്ക് അതല്ല, ഒരു ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷൻസോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റോ എഴുതിയിട്ട്, മീൻസ് ടാഗ് യൂസ് ചെയ്തിട്ട് അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഒരു അലേർട്ട് ബോക്സ് കാണിക്കണം. ഓക്കെ, അതാണ് ഇപ്പൊ ചെയ്തത്. ക്ലിക്ക് ചെയ്തു, കണ്ടോ, ഹായ് ഐ ആം ജാവാസ്ക്രിപ്റ്റ്.
എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നമുക്കൊരു കോണ്ടന്റ് ആ അലൈഡ് ബോക്സിൽ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഓക്കെ എനിക്ക് കൊടുത്തു. വീണ്ടും ഞാൻ ക്ലിക്ക് മീ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ഓപ്പൺ ആവും? അലർട്ട് ബോക്സ് ഓപ്പൺ ആവും. അലർട്ട് ബോക്സിൽ എന്ത് വരും? ഹൈ, ഐ ആം ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ. അതുപോലെ ഈ ടെക്സ്റ്റ്, അപ്പോൾ ഈ ടെക്സ്റ്റ് എങ്ങനെ വന്നതാണ്? ടെക്സ്റ്റ് ഞാൻ കൊടുത്ത ടെക്സ്റ്റ് ആണ്. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ടെക്സ്റ്റും കോണ്ടന്റ്സും ആണെങ്കിലും മാറ്റി കൊടുക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക എന്തിനാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ്, ഒരു ബേസിക് എക്സാമ്പിൾ ആണ്. നമുക്ക് എന്താണ് കസ്റ്റമറിന് ഇന്ററാക്ട് ചെയ്യണം. ഒരു ബട്ടൺ കൊടുത്താൽ മാത്രം മതിയോ? ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിനായിട്ട് കസ്റ്റമർ എന്തെങ്കിലും ആക്ഷൻ, എന്തെങ്കിലും ഒരു ആക്ഷൻ ഒരു എലമെന്റിന്റെ മുകളിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റെസ്പോണ്ട് ചെയ്യണ്ടേ? റെസ്പോൺസ് കൊടുത്തിട്ടുണ്ടെങ്കിലല്ലേ കസ്റ്റമറിന് എന്ത് ചെയ്യുള്ളൂ? ഇന്ററാക്റ്റീവ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ഫീൽ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ യൂസേഴ്സിന് ഫീൽ ചെയ്യുള്ളൂ അല്ലെ? ആ ഒരു ഫീലിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നമ്മളുടെ വെബ് പേജുകളിൽ അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിന്റെ കോഡ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ മുമ്പ് ചെയ്ത എല്ലാ കാര്യങ്ങളും അത്രയൊക്കെ തന്നെ. ജസ്റ്റ് ഒരു സിമ്പിൾ ബേസിക് HTML ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുള്ളിൽ ഒരു ബട്ടൺ ടാഗ് നമ്മൾ പഠിച്ചതാണ് അല്ലെ? ബട്ടൺ ടാഗ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ പരിചയമില്ലാത്തൊരു സംഭവം എന്ന് പറയാനുള്ളത് മേ ബി ഇതായിരിക്കും അല്ലെ? അപ്പം ഈ ഒരു പോർഷൻ മാത്രമായിരിക്കും മേ ബി നമുക്ക് പരിചയമില്ലാത്തുണ്ടാവുക അല്ലെ? അതിൽ ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന സംഭവം ഇതെന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓൺ ക്ലിക്ക് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഓൺ ക്ലിക്ക് എന്താ? അതൊരു ഈവൻ ലിസണർ ആണ്. എന്താണ് ഈവൻ ലിസണർ? ഈവൻ ലിസണർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈവൻ ലിസണർ എന്ന് ഈവൻ ലിസണർ എന്താന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈവന്റ് എന്താന്ന് അറിയണം. ഈവന്റ് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തും കൂടി മനസ്സിലാക്കണം, ഈവൻ ഹാൻഡ്ലറും മനസ്സിലാക്കണം. ഓക്കെ, എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഓൺ ക്ലിക്ക് എന്താന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഓൺ ക്ലിക്ക് എന്താണ്? നമ്മളൊരു ഈവൻ ലിസണർ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈവൻ ലിസണർ എന്താന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈവന്റ് എന്താന്ന് മനസ്സിലാക്കണം. ഈവന്റ് എന്താണ്? ഈവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എലമെന്റിന്റെ മുകളിൽ, ഒരു HTML എലമെന്റിന്റെ മുകളിൽ നടക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഈവന്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഒരു HTML എലമെന്റിന് മുകളിൽ നടക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാം? ഒരു ഈവന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ എന്താണ് സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ? എന്താണ് അത് സംഭവം? എന്താണ് അത് ഉദ്ദേശിച്ചത്? എന്താണ്? നമ്മളിപ്പോ ഇതൊരു HTML എലമെന്റ് ആണ് അല്ലെ? എന്താണ് ഈ ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ നമുക്ക് എന്താണ്? ഒരു HTML എലമെന്റ് ആണ്. ഓക്കെ, ഈ ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ നമുക്ക് എന്താണ്? ഒരു HTML എലമെന്റ് ആണ്. അപ്പോൾ ഈ എലമെന്റിന് മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? കൊണ്ടുവന്നിട്ട് മൗസ് കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്തു എന്ന് പറയുന്നതാണ് ആ എലമെന്റിന് മുകളിൽ നടന്നിട്ടുള്ള ആക്ഷൻ. ഓക്കെ, മനസ്സിലായോ? അതായത് നമുക്കൊരു HTML എലമെന്റ് ഉണ്ട്. HTML എലമെന്റ് ഏതാണ്? ഈ ഒരു ബട്ടൺ ആണ്. ഈ ബട്ടണിന്റെ മുകളിൽ മൗസ് കൊണ്ടുവന്നിട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഇല്ലേ? അതാണ് ഈവന്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻ എന്താ ഞാൻ പറഞ്ഞത്? ഇവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു HTML എലമെന്റിന് മുകളിൽ നടക്കുന്ന ഒരു ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയാം? ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു HTML എലമെന്റിന് മുകളിൽ നടക്കുന്ന ആക്ഷൻസിനെയാണ് നമ്മളൊരു ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇതൊരു ബട്ടൺ അല്ലെ? ഈ ഒരു ബട്ടൺ നമുക്ക് എന്താണ്? ഒരു HTML എലമെന്റ് ആണ്. ഈ HTML എലമെന്റ് അല്ലെങ്കിൽ ഒരു ബട്ടണിൽ നമ്മൾ എന്ത് ചെയ്തു? മൗസ് കൊണ്ടുവന്നിട്ട് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ഒരു യൂസർ വന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ വെബ് പേജ് വിസിറ്റ് ചെയ്തിട്ട് ആ വെബ് പേജിൽ വന്നിട്ട് നമ്മളുടെ ഒരു ഈ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടണിൽ വന്നിട്ട് ആള് വന്നിട്ട് എന്ത് ചെയ്തു? മൗസ് കൊണ്ട് വന്ന് ക്ലിക്ക് ചെയ്തു. ആ ക്ലിക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ എലമെന്റിന് മുകളിൽ നടന്നിട്ടുള്ള ആക്ഷൻ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഒരു ഈവന്റ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? ആ ഒരു ആക്ഷനെയാണ് നമ്മൾ എന്ത് പറയാം? ഒരു ഈവന്റ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു HTML ഈവന്റ്, അപ്പോൾ ഈ എലമെന്റിന് മുകളിൽ നടന്നിട്ടുള്ള ഒരു ഈവന്റിനെ നമുക്ക് ക്യാച്ച് ചെയ്യണം മീൻസ് ദിമ്മല്, അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഈ HTML എലമെന്റിന് മുകളിൽ എന്തെങ്കിലും ആക്ഷൻ സംഭവിക്കുന്നുണ്ടോ എന്നിങ്ങനെ നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ, ഇപ്പൊ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ആക്ഷൻ അതിമ എലമെന്റിന് മുകളിൽ ഹാപ്പൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണം, എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യണം.
അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു എന്ന് പറയുന്നത് എന്താണ്? ഈവന്റ് ആണ്. ആ ഈവന്റ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? സ്പോട്ടിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ വർക്ക് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ത് സംഭവിച്ചു? ഞാൻ ഈ എലമെന്റിൽ ക്ലിക്ക് ചെയ്തതും എനിക്ക് എന്ത് വന്നു? ഒരു അലേർട്ട് ബോക്സ് വന്നു അല്ലെ? ആ അലേർട്ട് ബോക്സ് വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്തു? അത് ഈ ആക്ഷന് ഈ ഈവന്റിനെ നമ്മൾ എന്ത് ചെയ്തു? ക്യാച്ച് ചെയ്തിട്ട് ഒരു ബോക്സ് ഇവിടെ ഡിസ്പ്ലേ ആക്കിയിട്ട് കൊടുത്തു. ഈ ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ HTML എലമെന്റിൽ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസർ ക്ലിക്ക് ചെയ്യുന്ന ക്ലിക്ക് ചെയ്യുന്ന ആ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഈവന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റണ്ടേ? അല്ലെങ്കിൽ ഈ ഈവന്റ് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഈവന്റിന് മുകളിൽ ഇങ്ങനെ ഒരു ആക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റണ്ടേ? അങ്ങനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ഉണ്ട്. എന്തുണ്ട്? ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഒരു HTML എലമെന്റിന് മുകളിൽ എന്തെങ്കിലും ആക്ഷൻസ് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ എലമെന്റിന് മുകളിൽ ആരെങ്കിലും വന്നിട്ട് ഏതെങ്കിലും യൂസേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ആക്ഷനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട് ആണ് ഏത്? ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ടിന് പറയുന്ന പേരാണ് എന്ത്? ഈവൻ ലിസണർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ. ഈ ഈവൻ ലിസണർ നമ്മൾ എന്ത് ചെയ്യും? ഒരു HTML ഈ ബട്ടന്റെ മുകളിൽ വരുന്ന ആക്ഷനെ ക്യാച്ച് ചെയ്യും അല്ലെങ്കിൽ സ്പോട്ട് ചെയ്യും. ഈ ഓൺ ക്ലിക്ക് നമ്മൾ കൊടുത്തില്ല എന്ന് കരുതുക. ഓൺ ക്ലിക്ക് കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാനൊന്ന് ഒഴിവാക്കിയിട്ട് കാണിച്ചു തരാം. ക്ലിക്ക് മീ കൊടുത്തു, പ്രസ് ചെയ്യുന്നുണ്ട് കേട്ടോ, പക്ഷെ എന്താണ്? എനിക്ക് ഒന്നും വരുന്നില്ല, യാതൊരു റെസ്പോൺസും വരുന്നില്ല. ഉണ്ടോ? അപ്പൊ അത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിന് മുകളിൽ വരുന്ന ആക്ഷൻ, ആ എലമെന്റിന് മുകളിൽ വരുന്ന ആക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഈവന്റ് ഇപ്പോൾ ആരും മനസ്സിലാക്കുന്നില്ല, ആരും സ്പോട്ട് ചെയ്യുന്നില്ല. ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ നമ്മുടെ HTML പേജ് എന്ത് ചെയ്യുന്നില്ല? സ്പോട്ട് ചെയ്യുന്നില്ല. അത് സ്പോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈവൻ ലിസണറിനെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്ത് ഈവന്റ് ആണ് നമുക്ക് സ്പോട്ട് ചെയ്യേണ്ടത്? എന്ത് ഈവന്റ് ആണ് നമുക്ക് ക്യാച്ച് ചെയ്യേണ്ടത്? ആ എലമെന്റിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ആക്ഷനാണ് അല്ലെങ്കിൽ ഈവന്റിനെയാണ് നമുക്ക് സ്പോട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈവൻ ലിസണർ ആണ് ഏത്? ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഈ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈവൻ ലിസണർ വെച്ചിട്ട് ഈവൻ ലിസണർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ HTML എലമെന്റിന് മുകളിൽ എന്തെങ്കിലും ആക്ഷൻ ഒരു യൂസറിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ എന്നുള്ളത് ഓൾ ദ ടൈം ആര് ലിസൺ ചെയ്തുകൊണ്ടിരിക്കും? ഈ ഒരു ഈവൻ ലിസണർ ശ്രദ്ധിച്ച് എങ്ങനെ നിൽക്കും. ഓക്കെ, എന്തെങ്കിലും കേസിൽ ഏതെങ്കിലും ഒരു യൂസർ വന്നിട്ട് നമ്മുടെ വെബ് പേജിൽ ഈ ഒരു എലമെന്റിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഓൺ ക്ലിക്ക് ഈവൻ ലിസണറിന്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ഈവൻ ലിസണറിന്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒരു ഫംഗ്ഷൻ കൊടുക്കേണ്ടത്. ഈ ഫംഗ്ഷന് എന്ത് ചെയ്യും? സ്പോട്ടിൽ ഈവൻ ലിസണറെ വിളിക്കും. മനസ്സിലായോ? ഈ ഫംഗ്ഷൻ ആണ് ഈ ഫംഗ്ഷൻ ആര്? ഈവൻ ലിസണർ സ്പോട്ടിൽ വർക്ക് ചെയ്യിപ്പിച്ചിട്ട് അതിനുള്ളിൽ എന്താണോ കൊടുത്തിട്ടുള്ളത് ആ സംഭവം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? അലേർട്ടില് ഒരു ബട്ടൺ ക്ലിക്ഡ്. ഓക്കെ, ബട്ടൺ ക്ലിക്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അലേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് നമുക്ക് എന്തിന് യൂസ് ചെയ്യുന്നത്? അലേർട്ട് ബോക്സ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ അലേർട്ട് ബോക്സ് ഈ അലേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എപ്പോൾ വിളിക്കണം? ഓൺ ക്ലിക്ക്. ഈ ഓൺ ക്ലിക്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ഈവൻ ലിസണർ ആഡ് ചെയ്ത് കൊടുത്തു. ഈ ഈവൻ ലിസണറിലോട്ട് ഏതെങ്കിലും ഒരു ഈവന്റ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പോഴെങ്കിലും ഒരു ഓൺ ക്ലിക്ക് ഈവന്റ് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോട്ടിൽ എന്ത് വിളിക്കും? ഈ അലേർട്ട് ഫംഗ്ഷനെ വിളിക്കും. അപ്പൊ അലേർട്ട് ഫംഗ്ഷനെ വിളിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരേണ്ടത്? ഈ അലേർട്ട് ഫംഗ്ഷന് വിളിക്കുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? ആ അലേർട്ട് ബോക്സ് അവിടെ വരുന്നത്. അപ്പൊ ഞാനിപ്പോ ക്ലിക്ക് മീ എന്ന് പറഞ്ഞ ബട്ടണിൽ ഇപ്പൊ ഒരു ഈവൻ ലിസണർ ഇങ്ങനെ ഓൺ ക്ലിക്ക് ഈവൻ ലിസണർ ഇങ്ങനെ ലിസൺ ചെയ്ത് നിൽക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും ആക്ഷൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ, ആക്ഷൻസ് കൊടുക്കുന്നുണ്ടോ ഈ എലമെന്റിന് മുകളിൽ വെച്ചിട്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ ബട്ടൺ ഞാൻ എന്ത് ചെയ്തു? ക്ലിക്ക് ചെയ്തതും ഈവൻ ലിസണർ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു ആക്ഷനെ ക്യാച്ച് ചെയ്തു അല്ലെ? ആ ഒരു ഈവന്റിനെ ക്യാച്ച് ചെയ്തുകൊണ്ട് സ്പോട്ടിൽ എന്ത് ചെയ്തു? ക്യാച്ച് ചെയ്ത പാടന്നെ എന്ത് ചെയ്തു? അതിന് എന്ത് ഫംഗ്ഷൻ ആണോ വർക്ക് ചെയ്യേണ്ടത്, അല്ലെ എന്താണ് അതിന് ബാക്കിൽ വർക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ആണ്ട് കോൾ ചെയ്തു. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്തു? ഒരു അലേർട്ട് ബോക്സ് ഡിസ്പ്ലേ ചെയ്തു.
മനസ്സിലായോ? അതിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് ഒരു അലർട്ട് ബോക്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് വന്നു. അപ്പൊ ഈ ഒരു സംഭവത്തിനാണ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ വെബ് പേജ് ഒന്ന് ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ജാവാസ്ക്രിപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി ഈ ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ ഇന്ററാക്റ്റീവ് ആക്കുക എന്ന് പറഞ്ഞത് കേട്ടോ. നമ്മുടെ വെബ് പേജിനെ ഇന്ററാക്റ്റീവ് ആക്കുക എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് കോഡ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നമ്മളുടെ വെബ് പേജുകളിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളത് നോക്കാം. നമ്മൾ പറഞ്ഞു ജാവാസ്ക്രിപ്റ്റ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്തിന് യൂസ് ചെയ്യുന്നതാണ്? ജാവാസ്ക്രിപ്റ്റ് ഈസ് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ജാവാസ്ക്രിപ്റ്റ് എന്താണ്? ലോകത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ആയിട്ടാണ് എന്ത് ജാവാസ്ക്രിപ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. മാത്രമല്ല ജാവാസ്ക്രിപ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റ് വെബ് പേജ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ജാവാസ്ക്രിപ്റ്റ് ഒരു മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന? വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോസ്റ്റ് പോപ്പുലർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, ജാവാസ്ക്രിപ്റ്റ് ഈസ് ഈസി ടു ലേൺ. ഇവിടെ പോകണ്ടോ, അതിനൊരു എക്സാമ്പിൾ ആണ്. കണ്ടോ, ഞാൻ എന്ത് ചെയ്തു? എന്താ ചെയ്തെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ട്രൈ ഇറ്റ് യുവർ സെൽഫ് എന്ന് കണ്ടോ. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇവിടെ കണ്ടോ ഒരു HTML പേജ് ഉണ്ട് അല്ലെ? ആ HTML പേജിന്റെ റിസൾട്ട് ആണ് ഇവിടെ കാണുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു H2 കൊടുത്തിട്ടുണ്ട്. മൈ ഫസ്റ്റ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു H2 കൊടുത്തിട്ടുണ്ട്. ആ H2 ആണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളത്. അതിന് താഴെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടൺ ആണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഓക്കെ, ക്ലിക്ക് മീ ടു ഡിസ്പ്ലേ ഡേറ്റ് ആൻഡ് ടൈം. ഡേറ്റും ടൈമും ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഞാൻ ക്ലിക്ക് ചെയ്തതും ഇവിടെ എന്ത് ചെയ്തു? നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ടൈം ഡേറ്റും സ്പോട്ടിൽ താഴെ ഡിസ്പ്ലേ ആയിട്ട് വന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈവന്റ്, അതായത് ആ ബട്ടണിൽ ഞാൻ എന്ത് ചെയ്തു? ക്ലിക്ക് ചെയ്തു. അതാണ് ഈവന്റ്. ആ ക്ലിക്ക് ചെയ്ത പാടെ ക്ലിക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആര് നോക്കി നിൽക്കുന്നുണ്ട്? ഈ ഒരു ഈവൽ ലിസണർ ആരിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്? ഈവൽ ലിസണർ ആഡ് ചെയ്ത് കൊടുത്തോണ്ടാണ് അതിന് അങ്ങനെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ റെസ്പോൺസ് നമുക്ക് വന്നത്. ഓക്കെ, അപ്പൊ ഈവൽ ലിസണർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈവൽ ലിസണർ നോക്കി നിൽക്കണം. ഒരു ഓൺ ക്ലിക്ക് ഈവന്റ് ഇതിന് മുകളിൽ അല്ലെങ്കിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈവന്റ് ഈ HTML ബട്ടണിന് മുകളിൽ നടക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുക. അപ്പൊ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്തു? ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ആ സ്പോട്ടിൽ തന്നെ എന്ത് ചെയ്യും? അതിനുള്ളിൽ എന്താണോ ഫംഗ്ഷൻ എഴുതിയിട്ടുള്ളത് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്തിട്ട് ഇവിടെ ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇപ്പോഴത്തെ ഡേറ്റ് എന്താണോ, ഡേറ്റും ടൈമും എന്താണോ നോക്കിയിട്ട് ആ ഡേറ്റും ടൈമും ഫെച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യും? അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിനുള്ള ഫംഗ്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ? അപ്പോ ഇവിടെ വരാം. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ വന്നു. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് റെഫർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഞങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നതിനെ കൊണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റ് ഈസ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഓഫ് ദ വെബ്. നമ്മൾ വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ത്? ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇറ്റ് ക്യാൻ അപ്ഡേറ്റ് ആൻഡ് ചേഞ്ച് ബോത്ത് HTML ആൻഡ് CSS. ഇത് നമ്മളുടെ ഒരു അതായത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു HTML നമ്മുടെ വെബ് പേജിലെ ഒരു HTML എലമെന്റിന്റെ കോണ്ടന്റ്സോ അല്ലെങ്കിൽ HTML ടാഗോ അല്ലെങ്കിൽ ഒരു CSS നമ്മൾ എഴുതിയിട്ടുള്ള എന്തെങ്കിലും സ്റ്റൈൽസോ എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ച് ചെയ്യാൻ പറ്റും. മീൻസ് എന്താ ഉദ്ദേശിച്ച മനസ്സിലായോ? അതായത് നമ്മളൊരു H1 ടാഗ് ഉണ്ടെന്ന് കരുതാം. ഒരു H1 ടാഗ് ഉണ്ടെന്ന് കരുതാം. ആ H1 ടാഗ് ഒരു ബ്ലാക്ക് ടെക്സ്റ്റ് ആണ്. ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു HTML ടാഗ് ഉണ്ട്. അത് ബ്ലാക്ക് കളറിലാണ് എന്ത് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ഷോ ചെയ്യിക്കുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ബട്ടൺ അല്ലെങ്കിൽ ആ HTML എലമെന്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ H2 അല്ലെങ്കിൽ ഒരു H1 അല്ലെ ഒരു ആ ഹെഡിങ്ങുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിന്റെ കളർ ചേഞ്ച് ആയിട്ട് റെഡ് ആവണം. മനസ്സിലായോ? അതാണ് അതിന്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പൊ ആ ബട്ടണിൽ എലമെന്റുമ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? അതിന്റെ കളർ ചേഞ്ച് ആവണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു ബട്ടൺ എക്സ്ട്രാ ഒരു ബട്ടൺ കൊടുത്തു. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചേഞ്ച് കളർ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ HTML ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ടെക്സ്റ്റിന്റെ കോണ്ടന്റ് അല്ലെങ്കിൽ എന്ത് വേണം?
അല്ലെ ഇപ്പൊ വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ് ഇല്ലേ, ഈ ടെക്സ്റ്റിൽ ഞാൻ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്തു എന്ന് കരുതാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഇപ്പോൾ ബ്ലാക്ക് ടെക്സ്റ്റ് ആണല്ലോ, ഇതിന്റെ കളർ എന്താണ്, റെഡ് ആവണം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ജാവാസ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിന്റെ കളേഴ്സോ അല്ലെങ്കിൽ HTMLസോ അല്ലെങ്കിൽ CSSോ ജാവാസ്ക്രിപ്റ്റോ അല്ലെങ്കിൽ HTMLോ CSS ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, മനസ്സിലായോ? എന്നോട് പറഞ്ഞുതരാം. നമുക്കൊരു H1 ടാഗ് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ ഒരു വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് ഉണ്ടല്ലോ, ഈ ഹെഡിങ്ങിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, ഈ ഹെഡിങ്ങിന്റെ കളർ ചേഞ്ച് ആയിട്ട് റെഡ് കളറിൽ ഡിസ്പ്ലേ ആവണം. അപ്പൊ അതിന് എങ്ങനെ ചെയ്യാം, അതിന് നമുക്ക് എന്തിന്റെ ഹെൽപ്പ് വേണം, ജാവാസ്ക്രിപ്റ്റിന്റെ ഹെൽപ്പ് വേണം. മനസ്സിലായോ? ഓക്കെ, മാത്രമല്ല ഇനിയിപ്പോ വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ളതിന്റെ പകരം എന്ത് ചെയ്യുക, അത് കോണ്ടന്റ്സ് മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ പേര് കൊടുക്കുക. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണം, എന്റെ പേര് മാറി, ഈ വാട്ട് ഈസ് ജാവാസ്ക്രിപ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് മാറിയിട്ട് എനിക്ക് എന്ത് ചെയ്യണം, എന്റെ പേര് ആദിൽ സലാഹ് എന്ന് പറഞ്ഞിട്ട് എന്റെ പേര് അതിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജിൽ. അപ്പൊ അത്തരത്തിൽ അതിന്റെ കോണ്ടന്റ്സ് മാറ്റി കൊടുക്കാൻ പറ്റും. മാത്രമല്ല അതിന്റെ സ്റ്റൈൽസ് മാറ്റി കൊടുക്കാം, അതിന്റെ HTML ടാഗ്സ് നമുക്ക് മാറ്റി കൊടുക്കാം. എന്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇനി മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. അപ്പൊ എന്ത് ചെയ്യുക, കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കാൻ നമ്മൾ എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഓവർവ്യൂ ആണ് ഇത് ത്രൂ ഈ ഒരു വീഡിയോയിൽ എപ്പിസോഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോ ഒരു വേറൊരു എക്സാമ്പിൾ ആണ്. നമുക്ക് കണ്ടോ, ഇവിടെ ഒരു ബൾബ് ഉണ്ട് അല്ലെ, ബൾബിന്റെ പിക്ചർ കാണുന്നില്ലേ, അതിന്റെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്, ടേൺ ഓൺ ദ ലൈറ്റ്, ടേൺ ഓഫ് ദ ലൈറ്റ്സ്, രണ്ട് ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് സമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, ജാവാസ്ക്രിപ്റ്റ് ചില സമയത്ത് ഭയങ്കര ക്രേസി ആണ്, നമുക്ക് ഭയങ്കര ഫണ്ണായിട്ട് തോന്നും, പഠിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര രസമാണ്. ഇതൊക്കെ എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ ഇതിന്റെ ബാക്കിലുള്ള സംഭവങ്ങൾ മനസ്സിലാക്കുമ്പോൾ എത്ര സില്ലിയാണോ ഈ കാര്യങ്ങൾ എന്നുള്ളത് ആലോചിക്കും. ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ ബട്ടൺ ടേൺ ഓൺ ദ ലൈറ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ടേൺ ഓൺ ദ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു, കണ്ടോ, അയവ ആ ബൾബ് എന്ത് ചെയ്തു, കത്തി അല്ലെ, ബൾബ് ലൈറ്റ്സ് ഓൺ ആയി. എന്നിട്ട് ഓഫ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ഞെക്കിയാൽ മതി, ഓഫായി. ഓൺ ചെയ്തു, ഓഫ് ചെയ്തു, ഓൺ ചെയ്തു, ഓഫ് ചെയ്തു. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബൾബ് കത്തിക്കാൻ നമുക്ക് ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ വേണം അല്ലെ. പക്ഷെ ഇവിടെ എന്ത് സംഭവിക്കുന്നത് മനസ്സിലായിട്ടുണ്ടോ, നമുക്ക് ഒരു ബട്ടൺ, ഒരു HTML നമ്മുടെ വെബ് പേജിലുള്ള ഒരു ബൾബിന്റെ ഫോട്ടോ പോലെയാണ് ഇപ്പൊ ഇതിലെ സംഭവം. ഈ ബൾബിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ടേൺ ഓൺ ദ ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബൾബ് കത്തി പോവാ. ഓഫ് ചെയ്യുന്ന സമയത്ത് ഓഫ് ദ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബൾബ് ഓഫായി പോവാ. എങ്ങനെ അത് സംഭവിക്കുന്നത്? ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഇത്ര സില്ലിയാണോ, ഇത്ര സിമ്പിൾ ആണോ ഇതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചു പോകും. പ്രത്യേകിച്ചൊന്നുമില്ല, ഇതെന്ത് ചെയ്യുന്നുള്ളൂ, നമുക്ക് രണ്ട് ഇമേജസ് ഉണ്ട്. എന്തുണ്ട്, രണ്ട് ഇമേജസ്, ഒന്ന് ബൾബ് കത്തി കിടക്കുന്ന ഇമേജും ഒന്ന് ബൾബ് ഓഫായി കിടക്കുന്ന ഇമേജും ഉണ്ട്. മനസ്സിലായോ? രണ്ട് ഇമേജസ് ഉണ്ട്, ബൾബ് കത്തി കിടക്കുന്ന ഇമേജും ഉണ്ട്, ബൾബ് ഓഫായി കിടക്കുന്ന ഇമേജും ഉണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, ടേൺ ഓൺ ദ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്വിച്ച് നിൽക്കുന്ന സമയത്ത് ബൾബ് ഓൺ ആയി കിടക്കുന്ന ഇമേജിനെ അവിടെ കാണിച്ചു കൊടുക്കും. ടേൺ ഓഫ് ദ ലൈറ്റ് എന്ന് പറയുന്ന ബട്ടൺ നിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ബൾബ് ഓഫായി കിടക്കുന്ന ഇമേജിനെ അതിനെ കൊണ്ടുപോയിട്ട് റീപ്ലേസ് ചെയ്യും. മനസ്സിലായോ? രണ്ട് ഇമേജസ് ജസ്റ്റ് മാറ്റി മാറ്റി ഷോ ചെയ്യിപ്പിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഒന്ന് എക്സൈറ്റഡ് ആവും, ഇത് ഇങ്ങനെ ബൾബ് കത്തി പോകുന്നു അല്ലെ, ബൾബ് കത്തണം എന്നുണ്ടെങ്കിൽ കണക്ഷൻ കൊടുക്കണ്ടേ, സ്വിച്ച് ഇടണ്ടേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മേ ബി നമ്മൾ ആലോചിക്കാം അല്ലെ. പക്ഷെ ഇതെന്താണ്, ഇതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ സില്ലി കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്, ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കാൻ പോകുന്നത്. അതാണ് ജാവാസ്ക്രിപ്റ്റ് നമ്മളെ പേജിനെ ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ യൂസേഴ്സിനെറ്റ് ഇന്ററാക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വെബ് പേജ് അല്ലെങ്കിൽ ഭയങ്കര രസമാണ് അല്ലേ സംഭവം. ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭയങ്കര രസമായിട്ട് കാര്യങ്ങൾ നമ്മുടെ വെബ് പേജിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ക്രേസി ആയിട്ടുള്ള സംഭവങ്ങൾ, ഒരു ബൾബ് കത്തിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മളത് നോക്കി നോക്കാം എങ്ങനെ ചെയ്യാന്നുള്ളതൊക്കെ, അത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഈ കാര്യം ജസ്റ്റ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അല്ലേ ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ
ഇന്നത്തെ ക്ലാസ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ മതി. അടുത്ത ക്ലാസ് മുതൽ ഇതിലിപ്പോൾ നമ്മൾ കവർ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ജാവാ സ്ക്രിപ്റ്റ് എന്തിന് നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മുടെ വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. വെബ് ഡെവലപ്മെന്റിൽ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഇതിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.